സഹൃദയരെ, ധനുഷിന്റെ കരിയറിൽ തന്നെ ഇറങ്ങിയതിൽ വെച്ച് മനുഷ്യനെ ക്ഷമ പരീക്ഷിക്കുന്ന, തിയേറ്ററിനകത്തിരുന്ന് വിഷം കുടിച്ച് ചാവാൻ വേണ്ടി തോന്നിപ്പിക്കുന്നതുമായ ഒരു സിനിമയാണ് ഇത്. നോക്കൂ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യത്യസ്തമാണ്. അത് ഓരോ വ്യക്തികളിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ഈ സിനിമയെ പറ്റി ഞാൻ പറയുന്നത് എന്റെ അനുഭവം മാത്രമാണ്. നിങ്ങൾക്കത് വ്യത്യസ്ത അനുഭവം തന്നിരിക്കാം. ഏതാണ്ട് 120-150 കോടി മുതലാക്കിയെടുത്ത ഈ തെണ്ടിക്കഥ ബോക്സ് ഓഫീസിൽ വെറും 130 കോടിയാകണ്ടേ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു തെണ്ടിക്കഥയാണെങ്കിലും ഒരു കോടി കഥ കൂടിയാണ്. ശരി, വരും നമുക്ക് സിനിമയിലേക്ക് കടക്കാം. തുടക്കം കാണിക്കുന്നത് ഇന്ത്യയുടെ ഏതോ ഒരു ഓണങ്കേറ മൂലയിൽ 14 ട്രില്യനോളം ഓയിൽ റിസർവ് കണ്ടെത്തുന്നതിൽ നിന്നാണ്. അതും നിലവിലെ ഏറ്റവും പ്യൂറസ്റ്റ് കിഡിലെ സാധനം. ഇനി ഈ പടം നിറയെ 14 ട്രില്യന്റെ കണക്കും 1 ലക്ഷം കോടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മണിയും ധനുഷിന്റെ കാർഡ് ഓട്ടവുമാണ് മുഴുവൻ. ഇനി നിങ്ങൾ ഈ കാണുന്ന ആളില്ലേ, ഒരു വലിയ കോർപ്പറേറ്റ് മുതലാളിയാണ്. ഇങ്ങനെയാണ് ഈ വിവരം വിളിച്ച് അറിയിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയ വിവരം നമ്മുടെ മിനിസ്റ്ററെ അറിയിക്കുന്നു. ആരാണ് മിനിസ്റ്റർ? രമേശ് പിഷാരടി, അല്ല ഹരീഷ് പേരാടി. ഇത് പുറത്തറിയാതിരിക്കാനായിട്ട് അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ജോലി ചെയ്ത പാവങ്ങളെ മൊത്തം ബോംബിട്ട് കൊല്ലും. ഏതാണ്ട് 15 വർഷത്തേക്ക് നിർത്താതെ കുഴിക്കാനുള്ള ഓയിലാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. ഇനി മിനിസ്റ്റർ രമേശ് പിഷാരടി, ഹരീഷ് പേരാടി പറയും, നമ്മൾ ഈ ഡീലിൽ നിങ്ങൾക്ക് തരാൻ കോർപ്പറേറ്റ് പകരം 1 ലക്ഷം കോടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് നിങ്ങൾ തരണം. ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ, കുറച്ചധികം കള്ളന്മാരെ കാണുമല്ലോ. അതുകൊണ്ട് ഇത് ചെറിയൊരു എമൗണ്ട് മാത്രമല്ലേ, നിങ്ങൾക്ക് തരും. പക്ഷേ 50,000 വൈറ്റ് ആയിട്ട് 50,000 ബ്ലാക്ക് ആയിട്ട് കൊടുക്കേണ്ട കാര്യം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്തേലും ആകട്ടെ, ഈ പണി വെടിപ്പായി ചെയ്യാനാണ് നമ്മുടെ നാഗാർജുനെ കൊണ്ടുവരുന്നത്. അയാൾ ഒരു CBI ഓഫീസർ ആയിരുന്നു. പക്ഷേ സിസ്റ്റം അങ്ങേര് ചതിച്ചെന്ന് കണ്ണന്തിരിവ് കാണിച്ച് ജയിലിനകത്തായിട്ട് ഇപ്പൊ ഉസ്തി ഇരിക്കുകയാണ് അതിനകത്ത്. എന്നേലും താൻ നിരപരാധിയാണെന്ന് സിസ്റ്റം തെളിയിക്കുമെന്ന് വിചാരിച്ച് അതിൽ പ്രതീക്ഷയോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോർപ്പറേറ്റ് മുതലാളി വന്ന് ഒരു ഡീൽ പറയുന്നത്. നിന്നെ നമ്മൾ പുറത്തിറക്കി തരാം, പകരം നീ എനിക്ക് വേണ്ടി പണിയെടുക്കണം. കാര്യം ഇല്ലീഗൽ ആയതുകൊണ്ട് ആദ്യം അങ്ങേര് സമ്മതിക്കില്ല. ഇവിടുത്തെ സിസ്റ്റം നമ്മൾ രക്ഷിക്കുമെന്ന് പറഞ്ഞ് കയ്യിൽ ചങ്ങലേക്ക് ഇട്ടുകൊണ്ട് പോണത്. ശരിക്കും ഇങ്ങനെ ചങ്ങലേക്ക് ഇട്ടുകൊണ്ട് പോകേ ഞാൻ ഇവിടെ കണ്ടില്ല. പക്ഷെ ഈ വിധി അങ്ങേർക്ക് എതിരായിരുന്നു. അതായത് ഈ സിനിമയിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എല്ലാം കറപ്റ്റഡാണ്. പിച്ചതണ്ട ഇരിക്കുന്നവർ ഒഴുകി വിധി എതിരാവാൻ കാത്തുന്ന പോലെ നമ്മളെ കോർപ്പറേറ്റ് മുതലാളിയെ വിളിച്ച് അങ്ങേര് പുഷ്പം പോലെ ഇവനെ പുറത്തിറക്കും. ഇനിയാണ് കഥ മാറുന്നത്. നാഗാർജുനൻ ചോദിക്കും, എന്തിനാണ് എന്നെ ഇറക്കിയത് വെളിയിൽ? അപ്പൊ അവർ പറയും, കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയണം അങ്ങോട്ട് കേട്ടാൽ മതി. ഇച്ചിരി നിസ്സാരമായ 1 ലക്ഷം കോടി വൈറ്റും ബ്ലാക്ക് വൈറ്റും മാറ്റി തരണം. അതാണ് നിന്റെ പണി. അല്ലാതെ ഇവിടെ മൈത്രേന്റെ ഇന്റർവ്യൂ ഒന്നുമല്ല നടക്കണം. അങ്ങനെ ആരെയും പിടിക്കാതെ ആർക്കും ഒരു ഹാനികരമില്ലാതെ അവർ തിരഞ്ഞെടുക്കുന്ന ഐഡിയ ആണ് 4 പിച്ചക്കാരെ കണ്ടെത്തുക. എന്നിട്ട് അവരുടെ പേരിൽ ഇന്ത്യക്ക് വെളിയിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുറന്ന് അതുവഴി പണം ഇന്ത്യയിലേക്ക് അയച്ചാൽ പണം വൈറ്റ് ആയില്ലേ? ബ്രില്യന്റ് ഐഡിയ. അങ്ങനെ അതിനെ അവർ ആദ്യം കണ്ടെത്തുന്ന ആളാണ് ധനുഷണ്ണൻ. ധനുഷണ്ണൻ ഒരു പിച്ചക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പിച്ചക്കാരുടെ അവസ്ഥയെ കാണിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നോക്കൊന്നും മരിച്ച ബോഡി പോലും ദഹിപ്പിക്കാൻ സ്ഥലമില്ലാത്ത രാജ്യമാണോ ഇന്ത്യ? പാവങ്ങൾ ചവറുകുന്നിയിൽ കൊണ്ടുപോയാണ് ഒരുത്തിന്റെ ബോഡി കത്തിക്കുന്നത്. അപ്പോഴാണ് ജോലി വാഗ്ദാനം ചെയ്ത് 2 അണ്ണന്മാർ അവിടെ വരുന്നത്. ധനുഷ് അവരോട് കയറി പോവുകയും ചെയ്യും. എന്താണ് ജോലിയൊന്നുമില്ല, തിന്നാനും കുടിക്കാനും കിട്ടിയാൽ മതിയല്ലോ. ഇനി രണ്ടാമത്തേതാണ് ഇവൻ, മൂന്നാമത്തേത് ഇവൻ, നാലാമത്തേത് ഈ പെണ്ണ്. ഇതാണ് 4ാമത്തെ ആള്. ചുമ്മാ അങ്ങനെ പടങ്ങ് പോയാൽ മതിയാ. പാവങ്ങളുടെ മേൽ കുതിര കയറുന്നത് കാണിച്ചാലല്ലേ ഒരു ഗുമ്മുള്ളൂ. അതിനുവേണ്ടി ഒരു വില്ലൻ വന്ന് ഒരുത്തിന്റെ പല്ല് പിഴുതെടുക്കും ഇവന്റെ. പക്ഷെ അത് നാഗാർജുന ഇഷ്ടപ്പെടില്ല. ഇനി ഇവരെല്ലാരും വലിയൊരു കോർപ്പറേറ്റ് മുതലാളിമാരെ പോലെ ആക്കി എടുക്കണ്ടേ? ആർക്കെങ്കിലും എഴുതാൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ധനുഷ് വന്ന് എന്തോ എഴുതി കാണിക്കും. സംഭവം അത് വേറെ ഒന്നുമല്ല, ധനുഷിന് ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ചുമറിൽ എവിടെയോ എഴുതി വെച്ചിരുന്ന കാര്യം കണ്ട് മനസ്സിലാക്കി അത് അതേപോലെ ഒപ്പിയെടുക്കുന്നതാണ്. അല്ലാതെ എഴുതാൻ വായിക്കാനെന്ന് പറഞ്ഞൂടാ. ഇനി നിങ്ങൾ 1 ലക്ഷം കോടി കണ്ടുണ്ടാ, ഇതാണ് 1 ലക്ഷം കോടി കണ്ടോ? അതൊക്കെ ജോക്കർ. ഇതൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചെങ്കിൽ. ഇനി ഇത്രയും പണമാണ് 50,000 വൈറ്റ് 50,000 ബ്ലാക്ക് വൈറ്റ് ഇവർക്ക് മാറ്റേണ്ടത്. അതിനിടയിൽ ഇവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞ ഒരുത്തം വിളിച്ചോണ്ട് വരും. 10 rupees please sir, please sir, mother missing sir. പാവം വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു പോലെ 2 വാക്കേ അവനെ അറിയാവൂ. പാവം തെറ്റിദ്ധാരണ, അത്രേ ഉള്ളൂ. എന്തായാലും കുളിയും നനയൊന്നും ഇല്ലായിരുന്നു. ഇവരെല്ലാരും ഉരച്ച് കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കും. എന്നിട്ട് ഒപ്പ് വരെ ഇടാൻ പഠിപ്പിക്കും. എടാ പാവങ്ങളെ മുമ്പ് വെച്ച് ഭക്ഷണം തട്ടിക്കളയടാ. പിന്നെ അവരെ കോർപ്പറേറ്റ് മുതലാളികളെ പോലെ ആക്കാനായിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് അവിടെ നടത്തുന്നുണ്ട്. പിച്ചക്കാരനാണെങ്കിലും ധനുഷ് വ്യത്യസ്തനാണെന്ന് അറിയിക്കാനായിട്ട് പൈസ കൊടുക്കുന്ന ഒരു സീൻ കണ്ടോ നിങ്ങൾ? എല്ലാരും പോയി പൈസ ഇരന്ന് വാങ്ങുമ്പോൾ ധനുഷണ്ണ മാത്രം പോകില്ല. ആറ്റിറ്റ്യൂഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ജിം സർബ് എന്ത് ലുക്കല്ലേ കാണാൻ. കോർപ്പറേറ്റ് മുതലാളി അങ്ങനെ കറക്റ്റ് ഒരു കോർപ്പറേറ്റ് മുതലാളി തന്നെയല്ലേ. ഈ പടം ഏതാണ്ട് 3 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ശരിക്കും ഞാൻ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് പോണതാണ് നിങ്ങൾക്ക് ലാഗ് അടിക്കാത്തത്. അമ്മയാണ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ പുഴുത്തനെ. ഇനി നാഗരാജു അറിയാതെ ഇവരിന്റെ കൂടെ വേറൊരു പ്ലാൻ ഇടുന്നുണ്ട്. അതായത് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാരും കൊല്ലുക. ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പാവ ഇങ്ങനെ ആരെങ്കിലും കടലിൽ വീണ് അപ്പ തിന്നാന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു സ്രാവിന്റെ വായിലോട്ട് ഇവനെ എടുത്തങ്ങിട്ട് കൊടുക്കും. ഇങ്ങനെ നീ എന്തിനു ചെയ്തടാ കോർപ്പറേറ്റ് മുതലാളി എന്ന് ചോദിക്കാനായിട്ട് നാഗരാജു വരുമ്പോ ഡാർക്കടാ നിന്നെ ചുമ്മയല്ല അതിനകത്ത് തന്നെ ഇറക്കൊണ്ടുവന്നത്. നിന്റെ ഫാമിലിയോടെ ജീവിക്കണോ അതാ ഈ തെണ്ടികൾക്ക് വേണ്ടി നീയും ചാവണോ എന്ന് ചോദിക്കും. അതോടുകൂടി ആ മൊറാലിറ്റിക്ക് അവിടെ അങ്ങ് അവസാനിക്കും. അങ്ങനെ പാവ ഈ 2ാമത്തവനെയും കൊല്ലും. പിന്നെ പടം ഒന്ന് കുഴപ്പിക്കാനായിട്ട് എല്ലാ സിനിമയിലും ഇതുപോലെ ഒരു ക്രൂരം കാണുമല്ലോ. അവനെ ഈ ഗർഭിണിയായിരിക്കുന്ന പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ ആറാ ഗോവിന്ദ ചമ്മിക്കുണ്ടായതാ. പക്ഷെ ധനുഷ് അവരെ ബാത്റൂമിനകത്ത് കയറ്റി രക്ഷിക്കും. പിന്നീട് പിറ്റേ ദിവസം ധനുഷിന്റെ ഊഴമാണ്. ധനുഷ് ഇന്നലെ രാത്രി നിന്ന് കാബാലികത്തൊക്കെ പറയാനായിട്ട് വരുമ്പോൾ അതൊന്നും കേൾക്കാത്ത നാഗരാജു അവനെ വിളിച്ചോണ്ട് പോയി ഒപ്പിടിപ്പിക്കും. എന്നിട്ടൊരു പെട്ടി നിറച്ച് പണവും ഗോൾഡും ഒക്കെ ആയിട്ട്
ഇത്രയും പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ആരും അടിച്ചു മാറ്റിയില്ലട ഒന്നും. തെണ്ടി നടന്ന് ഇവനൊക്കെ പൈസയോടെ ആക്രാന്തം ഇല്ലെന്ന്. ഇത് എങ്ങനെയാണ് ഇത് എടുത്തോണ്ട് ഓടണ്ടേ അതൊക്കെ അപ്പഴേ. എന്നിട്ട് അന്നേ ദിവസം രാത്രി ധനുഷിന് ചാവാനുള്ള ഊഴം വരുമ്പോൾ യെസ്റ്റർഡേ രാത്രി നടന്ന സംഭവം നാഗരാജനോട് പറയും. അങ്ങനെ ചോദിക്കാൻ ചെല്ലുമ്പോൾ മറ്റേ ഒരു ചോദ്യം ചോദിക്കുമേ, മഹാത്മാവാ? അങ്ങനെ ചോദിക്കി. അത് ചോദ്യം. പിന്നല്ലാതെ അവ രാജസേവനമല്ലേ ചെയ്യണത്? വില്ലന്മാർക്ക് എന്ത് എത്തിക്സ് മണ്ണേ. ഇനി ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ധനുഷിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന വഴിയാണ് അറിയുന്നത് ധനുഷ് നടത്തിയ ട്രാൻസാക്ഷൻ സെറ്റ് ആയില്ലെന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാട ഒരു ഓട്ടമാണ്. ഓടി ധനുഷ് വന്ന് രാഷ്മിക മന്ദാരയുടെ അടുത്തൊന്ന് കയറും. അവള് സഹതാപം തോന്നി ഇച്ചിരി വെള്ളം ഒരു മഞ്ചും കൊടുക്കും. പിന്നെ ഇവ ഒരു ശല്യമാണ്. അവള് പറയുകയാണ് എപ്പോഴും ഡോറ ബുജിയും കൊണ്ട് മാപ്പില്ലാതെ ഓടുന്ന പോലെയാണ് ഈ സിനിമ അങ്ങോട്ട്. ഇനി ധനുഷ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടും. അവന്റെ പുറകെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഓട്ടം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും പറഞ്ഞാൽ ഈ ഓട്ടം തന്നെ ഓട്ടം. ലാഗെന്നൊക്കെ ഉണ്ടല്ലോ, ലാഗെന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ പോരാ. 3 ദിവസം മരത്തൊടി മാത്രം കഴിച്ചിട്ട് ബാത്റൂമിൽ പോയിരുന്ന ഉണ്ടാവണ ഒരു തരം ലാഗില്ലേ, അയ്യോ അതിനേക്കാളും വലിയ ലാഗ്. പിന്നെ ധനുഷ് ശ്രീവലിയുടെ പുറകെ നടക്കുന്നു. ഈ പെണ്ണ് ട്രാൻസാക്ഷൻ ചെയ്ത ശേഷം അവളെ കൊല്ലണമല്ലോ. അപ്പൊ വയറ് പൊക്കണ്ട, നമുക്കറിയാം പൊക്കണ്ട. അതിനിടയിൽ 2 പിച്ച് എടുക്കുന്ന പിള്ളേർക്ക് വേണ്ടി ധനുഷിന്റെ പിച്ച് സ്കില്ല് കാണിക്കുന്ന സീനൊക്കെ ഉണ്ട് കണ്ടോ. ഇതിലൊക്കെ DSP നല്ല മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. നല്ല മ്യൂസിക് ആണ് കേസ്, അത് ഞാൻ പറയും. നിങ്ങളൊന്ന് നോക്കണേ. നമ്മളെവിടെയൊക്കെ ട്രാഫിക് സിഗ്നലിലൊക്കെ ഇതുപോലെ ആരോഗ്യമുള്ളവരൊക്കെയാണ് വന്നിട്ട് തെണ്ടണത്. എന്താണെന്ന് അറിയില്ല, എന്ത് സൈക്കോളജി ആണെന്ന് അറിയില്ല. ആരെങ്കിലും വന്ന് കൈ നീട്ടിയ 1-2 രൂപയിൽ നമ്മൾ കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ധനുഷ് പിന്നെ ഇങ്ങനെ ഓടും. ആ ഓടുന്നത് പല ആംഗിളിൽ നിന്നൊക്കെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്യും, താഴെ വെച്ച് ഷൂട്ട് ചെയ്യും, മോളിൽ വെച്ച് ഷൂട്ട് ചെയ്യും. ഒടുക്കം വീട്ടിലെത്തും. അവിടെ മറ്റേ കൊല്ലുന്ന വില്ലനും നാഗരാജും കൂടെ ഒന്ന് സംസാരിക്കണ കാണുമ്പോൾ ധനുഷിന് മനസ്സിലാവും നാഗരാജ് നമ്മളെ ചതിച്ച്. പിന്നെന്ത് ചെയ്യാൻ, പിന്നെ വീണ്ടും ഓടും വേണം. ദേഷ്യം ഒരു സത്യം പറഞ്ഞ കൈസ് കണ്ടോണ്ടിരുന്ന ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടാ. ഈ സിനിമയിൽ ധനുഷ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിനിടയിൽ മുക്കളായിട്ടിരിക്കണേ കാണാൻ പറ്റും. എന്നിട്ട് വില്ലന്മാരെ രക്ഷപ്പെടാൻ വേണ്ടി പ്രൊഡക്ടറിലെ അർണോൾഡ് ചെയ്യുന്ന ട്രിക്കൊക്കെ ചെയ്തിട്ട് ഇതിനിടയിലൊക്കെ കയറിയിരിക്കും. പക്ഷെ അവര് പൊക്കും. നായകനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പൊക്കാൻ പറ്റില്ലല്ലോ. കുറെ ഇടിയൊക്കെ വാങ്ങിക്കും കേട്ടാ പാവം. ഈ കാട്ടിലൊക്കെ നായകനെ രക്ഷിക്കാൻ ഒരു പട്ടിയും വരുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ദാവരെന്തറ ഒരു 4-5 പട്ടികൾ. ഇതൊക്കെ ധനുഷ് ചോറ് കൊടുത്തന്നെ നന്ദിയാണ്. ആ പട്ടികളെല്ലാം കൂടെ വന്ന് ഇവനെ കടിച്ച് പറിക്കും. അവനും പേ പിടിച്ചാടേ. എനിവേ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അളിയൻ വന്ന് രാഷ്മിക മന്ദാര താമസിക്കുന്ന ഹോസ്റ്റലിൽ വന്ന് മലന്ന് കിടന്നിട്ട് പറയും അവൾ അവനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടാക്കും. അപ്പോഴാണ് ആ സത്യം മനസ്സിലാകുന്നത് ഇവൻ വെറും തെണ്ടിയാണെന്ന്. ഇനി അതേസമയം നാഗാർജുന ഇവനെ തപ്പി ഇവരെ നാട്ടിൽ വരെ പോകുന്നു. അവിടെ പോയി കിളവന്റെ എന്തെങ്കിലും ചോർത്താൻ പറ്റും നോക്കുമ്പോൾ നടക്കൂല. സത്യസന്ധമായി ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ 3 മണിക്കൂർ ഈ പടം വലിച്ചു നീട്ടേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. ഏതെങ്കിലും തയ്യക്കടക്കാരനെ കൊണ്ടെങ്കിൽ 5-6 വെട്ടെങ്കിലും ഈ സിനിമയിൽ എവിടെയെങ്കിലും വെട്ടിച്ചൂടായിരുന്നു. ഇച്ചിരി നീളം കുറഞ്ഞിരുന്നേനെ. ഇത് എവിടെ വലിഞ്ഞേറി പോണാ എന്തോ എന്റെ കർത്താവേ. 3-4 പിച്ചക്കാര്, ഒരു CBI ഓഫീസർ, ഒരു കോർപ്പറേറ്റ് മുതലാളി, 1 ലക്ഷം കോടിയും കഥയുടെ പ്ലോട്ടൊക്കെ കൊള്ളാം. പക്ഷെ എടുത്ത് പണി വെച്ചേക്കുന്നതാണ് ഇങ്ങനെ. ഇനി ധനുഷ് വന്നേക്കുന്നത് ഒരു സബ് രജിസ്റ്റർ ഓഫീസിലാണ്. ഇവൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവർ ഇവൻ വട്ടാണെന്ന് പറഞ്ഞ പോലീസിനെ വിളിക്കും. വമ്പൻ കോർപ്പറേറ്റ് മുതലാളിയുടെ പേരൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ എന്തോ ഡൗട്ട് അടിച്ച് ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യും. ഇവൻ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഇവൻ ആള് പിച്ചക്കാരനാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയാണെന്നും ഓർമ്മശക്തി ഉണ്ടെന്നും കാണിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ ചെവരിക്കൊണ്ടൊരു സാധനം ഇവ എഴുതുന്നതൊക്കെ കാണിച്ചില്ലേ. ലോജിക് കറക്റ്റ് ആവാനാണ്. അല്ലെങ്കിൽ നമുക്ക് സംശയം അടിക്കില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആ വീട്ടിനകത്ത് നിറച്ച് പൈസയാണ്. ഒരു പെട്ടി നിറച്ച് പൈസയും സ്വർണവും കുറെ പാത്രങ്ങളും. ഇതൊക്കെ ഇനി ശരിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ കുറെ പൈസ അവിടെയും കുറെ പൈസ ഇവിടെ ആയിട്ട് ഇങ്ങനെ വിതറി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കുറെ പിച്ചക്കാരും കുറെ പൈസയുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമ. ഇയാൾക്ക് ഇതെല്ലാം മനസ്സിലാവുമ്പോൾ ഇയാൾ ഇതെല്ലാം ധനുഷിനോട് പറഞ്ഞു കൊടുക്കും. നിന്നെ ബിനാമിയാക്കിയാണെന്നും നിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതേസമയം തന്നെ എങ്ങനെയോ പെട്ടെന്ന് എവിടെന്നോ വന്ന് എങ്ങനെയോ ട്രാക്ക് ചെയ്തെന്ന് പറഞ്ഞുകൂടാ. നേരെ നാഗാർജുന അവിടെ കയറി വന്ന് അങ്ങേരെ വിളിച്ചു കൊല്ലും. ചാവാനായി മാത്രം ജനിച്ചൊരു ജീവിതം. ഇത് കണ്ടതും നമ്മളെ ധനുഷ് ഒരു 5 നില കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് എടുത്തങ്ങ് താഴോട്ട് ഇങ്ങനെ ചാടും. എടാ ഒരു ബീഡി കുറ്റിക്കെങ്കിലും അല്പം ലോജിക്ക് അവിടെ വെക്കായിരുന്നല്ല. സരിഗമ ഇപ്പൊ പൊട്ടിയ ധനുഷ് എന്നിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ ഓടി അവസാനം നമ്മളെ ശ്രീവല്ലിയുടെ അടുത്ത് നിൽക്കും. ഇവ എങ്ങനെയാണ് ശ്രീവല്ലിയെ കണ്ടുപിടിച്ചതെന്നോ ശ്രീവല്ലി എങ്ങനെയാണ് കൃത്യസമയത്ത് ഇവന്റെ അടുത്ത് വന്നതെന്നൊന്നും ഇതിൽ എവിടെയും പറയുന്നില്ല. ഇവർ കണ്ടുമുട്ടി അതേസമയം തന്നെ വില്ലന്മാരും ഇവന്റെ പറയാൻ വരും. എടി ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. പിന്നെ ഇവർ രണ്ടുപേരുടെ മതിലേടി ഓടും. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മളെ നാഗരാജുവിന് മറ്റവനെ കൊന്നതിന്റെ റിഗ്രറ്റ് അടിക്കും. അപ്പോഴാണ് അവൻ ശരിക്കും എന്താണ് കാര്യം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോണത്. ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടേ ഒരുത്തനെ കൊന്നപ്പോഴാണ് അത്ര അവന് ബോധം വേണത്. കൂടെയുള്ള 2-3 കൊന്നപ്പോഴൊന്നും അവന് ബോധം വേണില്ല. ആയിക്ക നായ. പിന്നെ APJ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ പറയുന്നില്ല ഇവരെന്ത് വലിഞ്ഞു കയറണിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഉള്ള വേസ്റ്റിലൊക്കെ ചാടി ചൊറിയുള്ളു പാവം പെണ്ണ്. നശിച്ചവനോട് കൂടി വെച്ചാൽ അവക്ക് സ്വസ്ഥതയില്ലെന്ന് പാവം. എന്നിട്ടേ അവളെ വിളിച്ചോണ്ട് ഈ ഫ്ലാറ്റിൽ കൊണ്ടുവരും. പിന്നെ ഒരു സാധു ആയതുകൊണ്ട് പിന്നെ പൈസ ശരിക്കും ഈ പൈസ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലീസുകാരൻ കണ്ടുപിടിച്ചില്ലേ ആ പൈസയാണ്. ഇവനെ അതിന് കുറച്ച് പൈസ എടുത്തിട്ടൊന്ന് റോട്ടിൽ കണ്ട ഒരാളെ ശവം കോർപ്പറേറ്റ് വണ്ടിയിൽ എടുത്തിട്ട് പോണ കാണുമ്പോഴത്തേക്കും അത് ഇവന് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് പൈസ കൊടുക്കും. പക്ഷെ കൊടുക്കുന്ന പൈസ പറഞ്ഞ ലക്ഷങ്ങളാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആളിന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് 1-2 പൈസയൊന്നുമില്ല.
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അവന്റെ അക്കൗണ്ടിൽ കിടക്കണമെന്ന് അവന് മനസ്സിലായി. അവൻ ആ കോർപ്പറേറ്റ് മുതലാളി വിളിച്ചിട്ട് പറയും, നിന്റെ പൈസ ഞാൻ തരടാ പാട്ടി. എന്നിട്ട് നാഗാർജുന ഒരു അടിയും കൊടുത്തിട്ട് അവൻ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അപ്പൊ നാഗരാജ് പറയും, എനിക്ക് സത്യം പറഞ്ഞ ആ വിഷയങ്ങളൊന്നും അറിഞ്ഞോണ്ടിരുന്ന മോനെ, ഞാൻ അറിയത് ചെയ്തു പോയതാണ്. പക്ഷെ നിന്റെ പ്രഗ്നന്റ് ആയ കൂട്ടുകാരില്ലേ, അവളെ ഞാൻ കൊന്നിട്ടില്ല, അവളെ ഞാൻ ഹോസ്റ്റലിൽ മാറ്റിയേക്കാണ്. ഈ തീയും പുകയായിട്ട് ഇവന്മാര് നേരെ അവിടെ ചെന്ന് കയറി കൊടുക്കും. അവന്മാരെ പിറകെ വില്ലന്മാര്. പിന്നെ അതിനകത്ത് ഒരു ആവശ്യമില്ലാതെ ഒരു അനാവശ്യ ഫൈറ്റ്. പിന്നെ ധനശ്രീ അവളെ രക്ഷിക്കാൻ വേണ്ടി എടുത്തോണ്ട് ഓടി ഒരു വലിയ വാതിലിന്റെ വെളിയിൽ ചെന്നിട്ട് നാഗരാജ് അങ്ങ് സാക്രിഫൈസ് ചെയ്യും. നിങ്ങൾ രക്ഷപ്പെട്ടോ, അണ്ണൻ നോയിക്കോളാം തൊട്ട് വെടികൊണ്ട് ചാവും. ഇപ്പൊ ഇങ്ങനെ ചാവേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇവള് പ്രസവിക്കേ, അവിടെ നാഗരാജ് ചാവുമ്പോ ഇവിടെ ഇവള് പ്രസവിക്കും. ഈ കൊച്ചിനെ തുടക്കം മുതലേ കണ്ടപ്പോൾ നമുക്ക് തോന്നില്ലേ ആരായിരിക്കും ഈ കൊച്ചിന്റെ അച്ഛൻ? അതിനൊരു ഉത്തരം വളരെ ബ്രില്യന്റ് തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ആ കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു VFX ആർട്ടിസ്റ്റ് ആണ്. അല്ലേ, ഒരു VFX ഉണ്ടാക്കിയ കൊച്ചിനെ എടുത്ത് വെച്ചേക്കണത്. എടാ വേന്ദ്ര വെകിടെ വ്യത്യസ്ത മൊണ്ണാളെ, ഇത് ആരടാ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കണത്? ഒരു ഇത് ഒറിജിനൽ കൊച്ചല്ലേ? ഓക്കെ മിക്സ് ആയിരിക്കും. എന്തായാലും ഗൈസ്, പടം നമ്മൾ തീരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ തീരുവില്ല. ഇത് പിന്നെ ഇങ്ങനെ വലിച്ചു നീട്ടും. ആ കോർപ്പറേറ്റ് മുതലാളിയെടുത്ത് വിളിച്ച് പറയുമ്പോൾ നിന്റെ പൈസ എല്ലാ സാധനങ്ങളും തരാം, പക്ഷെ നീ ഒരു ദിവസം തെണ്ടിയെ പോലെ ജീവിക്കണം. അതൊരു വല്ലാത്ത ഡിമാൻഡ് ആയി പോലുള്ള കുട്ട. വേറെ വഴിയില്ലാതെ ആൾക്കാരൊക്കെ 4 ഭാഗത്തും വിതറിയിട്ട് അങ്ങേര് റോട്ടിൽ പോയിരുന്ന തെണ്ടി. ഇത്രയും സുന്ദരനായ തെണ്ടിനെ റോട്ടിൽ കണ്ട് ആരെങ്കിലും വീട്ടിൽ പിടിച്ചോണ്ട് പോയി വളർത്തും. എന്താ എനിക്ക് വെള്ളം വേണ്ടേ? ഈ തെണ്ടലിന്റെ ഒക്കെ ഒടുക്ക നായകനും വില്ലും കൂടി ഫേസ് ടു ഫേസ് കണ്ട ഒരു ഫൈറ്റ് ഉണ്ട്. കൊച്ചൊക്കെ തെറിച്ച് പറന്ന് എവിടെയൊക്കെ പോകണം. അങ്ങനെ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു ബില്യണറായ ഒരു കോർപ്പറേറ്റ് മുതലാളിനെ ഒരു പരമത്തേണ്ടി ഉപ്പയുടെയും കൂണിയുടെ ഇടയിലിട്ട് വെട്ടിക്കൊല്ലും. എന്നിട്ട് ഒരു പട്ടികളും ഇത് ചോദിക്കൂല, അത് ആരും അറിയില്ല. പക്ഷെ അയാളെ മുസ്തി 1 ലക്ഷം കോടി പൈസ കൊണ്ട് എല്ലാ പിച്ചക്കാരും അങ്ങനെ പണക്കാരാവുകയാണ്. ഇനി എന്താണ് ഈ പടത്തിന്റെ മോറൽ? ഒരു തെണ്ടികളെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഒരു തെണ്ടി നിസ്സാരക്കാരനല്ല. ഇനി ഒരു തെണ്ടി ഇതുപോലത്തെ ഒരു പടം എടുക്കാനും പാടില്ല. അപ്പൊ ശരി ഗൈസ്, ഇതൊരു റോസ്റ്റ് മസാല അല്ല. ഇതിനെ നിങ്ങൾ റോസ്റ്റ് ആയിട്ട് കാണണ്ട. റോസ്റ്റിന്റെ ഒരു ചേരുവകളും ഞാൻ ഇതിനകത്ത് അധികം ചേർത്തിട്ടുമില്ല. ദിസ് ഈസ് നോട്ട് എ റോസ്റ്റ്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.